ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത്, അതായത് ഡാണാവിൽ നിന്നും ഒരു 700 മീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ളൊരു വീട് കാണിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ആ വീട് കേട്ടോ. വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടിരിക്കുന്ന വീടാണ്. നല്ല മോഡേൺ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട്. ഡബിൾ സ്റ്റോറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഈ കയറി വരുന്നതാണ് കേട്ടോ അതിൻ്റെ സിറ്റ് ഔട്ട്. ഇനി നമ്മൾ ഹാളിലേക്കാണ് കിടക്കണേ. നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്, കണ്ടില്ലേ? നല്ല ഇൻറ്റീരിയർ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് നല്ല ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല വിൻഡോസൊക്കെ നല്ല വലിപ്പത്തിൽ തന്നെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സൈഡ് വാള് ഫുള്ള് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ടിലും വിൻഡോസും ഡോറും. അങ്ങനത്തെ ഒരു ഹാളാണ്. നമുക്ക് പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഹാളിൽ. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റെയറും അതിന് മോഡേൺ ആയിട്ടുള്ള വാഷ് ബേസിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെ ബാത്റൂംസും ഉണ്ട്. അപ്പോൾ ഇതിന് താഴെ 2 ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ വരുന്നത്. ഇതിവിടെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു ബാത്റൂം. ഈ ബെഡ്റൂമിന് ബാത്റൂം ഇല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂം പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ബാത്റൂം കൂടി യൂസ് ചെയ്യാം. ഇതിനോട് ചേർന്നാണ് അതോ ആളിന് തന്നെ. ബാക്കി 3 ബെഡ്റൂമിനാണ് ബാത്റൂംസ് വരുന്നത്, അറ്റാച്ച്ഡ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം അത് കിടക്കാം. ഇവിടെ ബാറ്ററി കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേണ്ട, പിന്നെ 3 പാളി ജനാലിനെ വെച്ചാണിത്. അറ്റാച്ച്ഡ് ഇതുണ്ട്, ബാത്റൂമുണ്ട്. ഇത് നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് കിച്ചൺ വരുന്നത്. കബോർഡ് വർക്കുകളുണ്ട്. പിന്നെ ഇവിടുന്നൊരു വർക്ക് ഏരിയ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, കണ്ട. ഓക്കെ, ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അവിടെ നിന്നാണ് ഇതിന് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ വ്യൂ ഇങ്ങനെ വരുന്നുണ്ട. ഈ ഹാളിൽ നിന്ന് നല്ലൊരു മോഡേണായിട്ട് തന്നെയാണ് ഈ സ്റ്റെയറിൻ്റെ വ്യൂ വരുന്നത്. കയറിനടുത്ത് 3 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഈ വീട് വരുന്നത് 1600 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. വീട് വരുന്നത് 1600 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. അപ്പോൾ ഈ താഴെ നിന്നാണ് കയറി വരുന്നിടത്ത് നല്ലൊരു ഹാളും നല്ലൊരു ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വേണ്ട, അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് കിടക്കണം. ലെഫ്റ്റിൽ 3ാമത്തെ ബെഡ്റൂം. 3ാമത്തെ ബെഡ്റൂം അതിന് അറ്റാച്ച്ഡ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് കിടക്കുന്നു. 1-2 വിൻഡോയുടെ അത് ഫിറ്റ് ചെയ്യാനുണ്ട്. അതാണ് അവിടെ അയച്ചു വെച്ചാൽ. അതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ.
ഈ ബെഡ്റൂംസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് നല്ല റോഡിലേക്ക് ഒരു എൻട്രി ഉണ്ട് കേട്ടോ. വേണ്ട ഓക്കെ, റോഡിലേക്ക് എൻട്രി ഉണ്ട്. അപ്പോൾ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിനോട് ചേർന്ന് നല്ല വീടുകളും നല്ല ഏരിയയാണ് കേട്ടോ. ഇത് നമ്മുടെ ഡാണാവിന് 700 മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. അത് വേണ്ട, ബാത്റൂംസ് നല്ല ബാത്റൂംസ്, ഫിറ്റിങ്സ് ഒക്കെ നല്ല തന്നെയാണ്. അപ്പോൾ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എത്രയാണെന്നുണ്ടെങ്കിൽ ഈ 3.5 സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടി അവർ 55 ലക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും അത് നെഗോഷ്യബിളാണ് കേട്ടോ. അല്ല നമുക്ക് 3.5 സെൻറ്റ് പറ്റില്ല, ഒരു 7 സെൻറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 സെൻറ്റും തരാൻ പാർട്ടി തയ്യാറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ബാക്കി ആളുടെ തന്നെ സ്ഥലമുണ്ട്. നമുക്കൊരു ചെറിയ ബാൽക്കണി ഉണ്ട് കേട്ടോ അപ്സ്റ്റെയറിൽ. കണ്ട ഒരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ ബാലൻസ് മറ്റേ സ്ഥലം വേണമെങ്കിലും നമുക്ക് തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 7 സെൻറ്റും വീടും ആണെന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് 70 ലക്ഷമാണ് കേട്ടോ. 70 ലക്ഷമാണ്. 3.5 സെൻറ്റും വീടും ആണെന്നുണ്ടെങ്കിൽ 55 പറയണു, നെഗോഷ്യബിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും ഇതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ. ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നതാണ്, 1-2 വീഡിയോസ് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീഡിയോസ് ഇടണം. അല്ലാണ്ട് വലിയ ബൾക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിഞ്ഞാലക്കുട ഡാണാവിൽ നിന്നും ഒരു 700 മീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ പള്ളി, അമ്പലം, ബസ് സ്റ്റാൻഡ്,